അമേരിക്കയിലോ മറ്റ് രാജ്യങ്ങളിലോ താമസിക്കുന്ന പ്രവാസി മലയാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട നികുതി സാമ്പത്തിക അപ്ഡേറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അമേരിക്കൻ പൗരന്മാർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ, ഇന്ത്യയിലെ വരുമാനം, നിക്ഷേപങ്ങൾ, നികുതി റിപ്പോർട്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. 2026 നികുതി വർഷത്തിനായുള്ള ചില പരിധികൾ പുതുക്കിയതും ഇന്ത്യയുടെ ബജറ്റിൽ പ്രവാസികളെ ബാധിക്കുന്ന ചില നടപടിക്രമങ്ങൾ ലളിതമാക്കിയതുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തത് എല്ലാ സാഹചര്യങ്ങളിലും വലിയ നിയമ നടപടികളിലേക്ക് നയിക്കണമെന്നില്ല. എന്നാൽ ആവശ്യമായിടത്ത് റിപ്പോർട്ടിംഗ് നടത്താതിരിക്കുകയോ നികുതി നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ സാമ്പത്തിക പിഴകളും അധിക പരിശോധനകളും ചില സാഹചര്യങ്ങളിൽ ഇമിഗ്രേഷൻ നടപടികളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് ബേസ്ഡ് ടാക്സേഷൻ എന്ന സംവിധാനമാണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്തായാലും താമസിക്കുന്ന അമേരിക്കൻ പൗരനോ നികുതി ആവശ്യങ്ങൾക്കായി അമേരിക്കൻ റെസിഡന്റായി കണക്കാക്കപ്പെടുന്ന ഗ്രീൻ കാർഡ് ഉടമയോ ആണെങ്കിൽ നിയമപ്രകാരം നിങ്ങളുടെ ലോകമെമ്പാടുമുള്ള വരുമാനം അമേരിക്കൻ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായേക്കാം. ഇതുമായി ബന്ധപ്പെട്ട FEIE എന്ന പ്രധാന ഇളവും നിലനിൽക്കുന്നുണ്ട്. 2026 നികുതി വർഷത്തിൽ വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന യോഗ്യമായ ശമ്പള വരുമാനത്തിൽ $132,900 വരെ ഫെഡറൽ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കാൻ യോഗ്യത ലഭിച്ചേക്കാം. എന്നാൽ ഈ ഇളവ് എല്ലാവർക്കും സ്വമേധ ലഭിക്കുന്നതല്ല. നിശ്ചിത താമസ സാന്നിധ്യ വ്യവസ്ഥകൾ പാലിക്കുകയും അനുബന്ധ ഫോം സമർപ്പിക്കുകയും വേണം. ഇവിടെ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. ഈ ഇളവ് സാധാരണയായി ഏൺഡ് ഇൻകം, അതായത് ജോലി ചെയ്തോ സ്വയം തൊഴിൽ ചെയ്തോ സമ്പാദിക്കുന്ന യോഗ്യമായ വരുമാനത്തിനാണ് ബാധകമാകുന്നത്. അതേസമയം ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പലിശ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ, ഡിവിഡൻഡുകൾ, വാടക വരുമാനം, ഓഹരികളുടെയോ സ്വത്തിന്റെയോ വിൽപ്പനയിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങിയ വരുമാനങ്ങൾക്കായി വ്യത്യസ്ത നികുതി നിയമങ്ങൾ ബാധകമായേക്കാം. അതിനാൽ ഇത്തരം വരുമാനങ്ങൾ അനുയോജ്യമായ IRS ഫോമുകളിലും ഷെഡ്യൂളുകളിലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമതായി FBAR സംബന്ധിച്ച നിയമം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തിലോ ഉള്ള റിപ്പോർട്ട് ചെയ്യേണ്ട വിദേശ സാമ്പത്തിക അക്കൗണ്ടുകളുടെ ആകെ മൂല്യം ഒരു കലണ്ടർ വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസം $1000 മുകളിലാകാതിരുന്നാൽ FBAR സമർപ്പിക്കേണ്ട ബാധ്യത ഉണ്ടായേക്കാം. സാധാരണയായി ഏപ്രിൽ 15 അവസാന തീയതി. ആവശ്യമെങ്കിൽ ഒക്ടോബർ 15 വരെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷനും ലഭ്യമാണ്. FBAR ഫയൽ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എല്ലാ കേസുകളിലും ക്രിമിനൽ നടപടി ഉണ്ടാകണമെന്നില്ല. എന്നാൽ മനഃപൂർവ്വം നിയമം ലംഘിക്കുന്ന സാഹചര്യങ്ങളിൽ വലിയ സിവിൽ പിഴകളും ഗുരുതരമായ കേസുകളിൽ ക്രിമിനൽ നടപടികളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ റിപ്പോർട്ടിംഗ് ബാധ്യത അവഗണിക്കരുത്. അതുപോലെ തന്നെ FATCA നിയമപ്രകാരം ചില വിദേശ സാമ്പത്തിക ആസ്തികൾക്ക് ഫോം 8938 സമർപ്പിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. FBARഉം FATCA റിപ്പോർട്ടിംഗും വ്യത്യസ്ത നിയമങ്ങൾക്ക് കീഴിലുള്ളവയായതിനാൽ ഒന്നിനു പകരം മറ്റൊന്ന് സമർപ്പിച്ചാൽ മതിയാകില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ DTAA സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യയിലെ നിയമപ്രകാരം അടച്ച നികുതിക്ക് യോഗ്യതയുള്ള സാഹചര്യങ്ങളിൽ അമേരിക്കയിൽ ഫോറിൻ ടാക്സ് ക്രെഡിറ്റ് വഴി ക്രെഡിറ്റ് ആവശ്യപ്പെടാൻ സാധിക്കും. ഇതുവഴി ഓരോ വരുമാനത്തിനും 2 തവണ നികുതി അടയ്ക്കേണ്ട സാഹചര്യം പലപ്പോഴും ഒഴിവാക്കാൻ കഴിയും. ഇന്ത്യയുടെ 2026 ബജറ്റിലും പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന മാറ്റമുണ്ട്. 2026 ഒക്ടോബർ 1 മുതൽ സ്വത്ത് വാങ്ങുന്ന ഇന്ത്യൻ റെസിഡന്റ് TDS അടയ്ക്കുന്നതിനായി പ്രത്യേക TAN എടുക്കേണ്ടതില്ല. പകരം പാൻ അടിസ്ഥാനമാക്കിയുള്ള ചലാൻ സംവിധാനം ഉപയോഗിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിലൂടെ പ്രോപ്പർട്ടി ഇടപാടുകളിലെ നിയമ നടപടികൾ കൂടുതൽ ലളിതമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ സ്വത്ത് വിൽക്കുമ്പോൾ ഏത് നികുതി നിരക്കാണ് ബാധകമാകുക എന്നത് സ്വത്തിന്റെ സ്വഭാവം, എത്ര കാലം കൈവശം വെച്ചിരിക്കുന്നു, നിലവിലുള്ള നികുതി നിയമങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതിനാൽ വലിയ പ്രോപ്പർട്ടി ഇടപാടുകൾ നടത്തുന്നതിന് മുൻപ് ഒരു നികുതി വിദഗ്ധനുമായി ആലോചിക്കുന്നത് ഉചിതമാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നികുതി വിവരങ്ങൾ നിയമപരമായ കരാറുകളുടെ അടിസ്ഥാനത്തിൽ കൈമാറാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമോ വിദേശ സാമ്പത്തിക വിവരങ്ങളോ നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ അത് മറച്ചുവെക്കുന്നത് ഭാവിയിൽ നികുതി പരിശോധനകൾക്കും ചില സാഹചര്യങ്ങളിൽ നാച്ചുറലൈസേഷൻ പോലുള്ള ഇമിഗ്രേഷൻ നടപടികളും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത സൃഷ്ടിച്ചേക്കാം. അതിനാൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ഇന്ത്യയിലെ നികുതി രേഖകൾ, ഫോം 26AS TDS സർട്ടിഫിക്കറ്റുകൾ, വിദേശ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ എന്നിവ ക്രമമായി സൂക്ഷിച്ചു വെക്കുക. ഓരോരുത്തരുടെയും നികുതി സാഹചര്യം വ്യത്യസ്തമായിരിക്കാം. അതിനാൽ സങ്കീർണമായ വിഷയങ്ങളിൽ ക്രോസ് ബോർഡർ ടാക്സ് അനുഭവമുള്ള CPA അല്ലെങ്കിൽ നികുതി വിദഗ്ധന്റെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. പ്രവാസി മലയാളികൾക്കായുള്ള ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ, നികുതി, സാമ്പത്തിക അപ്ഡേറ്റുകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.